നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ ഭാരതീയ ഈശ്വര സങ്കല്പത്തിലൂടെ എങ്ങനെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും സൗഖ്യവും ജീവിതത്തെ കെട്ടുറപ്പുള്ളതും ആക്കി തീർക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. അതായത് ഓരോരോ ഈശ്വര സങ്കല്പത്തിലൂടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ച് ഉള്ളിലേക്കെടുത്ത് ശരീരത്തിലെ ആന്തരാവയവങ്ങളെ ആവശ്യാനുസരണം നിയന്ത്രിച്ച്, അതായത് എൻഡോക്രൈൻ സിസ്റ്റത്തെ പോലെയുള്ളവയെ നിയന്ത്രിച്ച് എങ്ങനെ നമ്മുടെ ശരീരത്തെ സുഖസമ്പൂർണമാക്കാം, ജീവിതത്തെ ശരീരസൗഖ്യം വരുത്തി ജീവിതത്തെ എങ്ങനെ സുഖസമ്പൂർണമാക്കാം എന്നാണല്ലോ മനസ്സിലാക്കിയത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിൻ്റെ വിശ്വാസം എങ്ങനെ പോസിറ്റീവും നെഗറ്റീവും ആക്കി തീർക്കാം എന്നും, ഒരാളുടെ വിശ്വാസം എങ്ങനെ മാനസികമായി അയാളെ ബാധിക്കുന്നു എന്നും നമ്മൾ പഞ്ചസാര പാൽപ്പായസം കഴിക്കുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ. കാരണം ആസ്വദിച്ച് കഴിച്ച പാൽപ്പായസം അതിനകത്ത് കാർക്കിച്ച് തുപ്പി എന്ന് അറിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ അതിലൊന്നും ചെയ്തിട്ടില്ലായിരുന്നു എങ്കിലും അയാളത് മുഴുവൻ ഛർദ്ദിച്ച് കളഞ്ഞു. ഇതുപോലെയാണ് മനസ്സിനെ ഓരോരോ വിശ്വാസങ്ങളുടെ പുറത്ത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത്. അതിനാണ് ഓരോരോ ഈശ്വര സങ്കല്പവും നമ്മുടെ മഹർഷീശ്വരന്മാർ നമുക്ക് നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ചുകൂടി മുൻപോട്ട് പോകാം. ഈ വിശ്വാസത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് പലരും ആധുനിക യുഗത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരളീയര്, യുക്തിവാദികൾ എന്ന് പറയുന്ന ആളുകൾ പലരും ഈശ്വര സങ്കല്പവും മറ്റും വെറും അന്ധവിശ്വാസമാണ് എന്ന് പറയാറുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ ഉള്ള മനുഷ്യരുടെ വിശ്വാസങ്ങളെല്ലാം തന്നെ ഏറെക്കുറെ ഭൂരിപക്ഷവും അന്ധമായിട്ടുള്ള വിശ്വാസമല്ലേ? ഈ അന്ധവിശ്വാസികൾ എന്ന് യുക്തിവാദികൾ പറയുന്ന ഈ യുക്തിവാദികൾ പോലും പലതും അവരുടെ ആചാര്യന്മാരോ അല്ലെങ്കിൽ അവർ വായിച്ച പുസ്തകത്തിലോ ഉള്ള കാര്യങ്ങളാണ് സാധാരണ നമ്മളിലേക്ക് ആരോപിക്കുന്നത്. അപ്പോൾ ഈ ആചാര്യന്മാരെയും ആ പുസ്തകത്തെയും അവർ അന്ധമായി വിശ്വസിക്കുകയല്ലേ ചെയ്യുന്നത്? മാത്രമല്ല, ഈ ഒരു വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ ജീവിതം മുഴുവൻ അന്ധകാരപൂർണമായി തീരുകയും ചെയ്യും. അപ്പോൾ ഏതാണ് യഥാർത്ഥ യുക്തിവാദി? നമ്മളൊന്ന് ചിന്തിക്കേണ്ടതല്ലേ. ഒരു രോഗിയെ അയാൾക്ക് അധികകാലം ജീവിതം ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ പോലും ഒരു ഡോക്ടർ യഥാർത്ഥത്തിൽ ആ രോഗിയോട്, അദ്ദേഹം ഒരു നല്ല ഡോക്ടറാണെങ്കിൽ സത്യാവസ്ഥ പറയാനല്ല നോക്കുന്നത്, കുറച്ചു കാലമെങ്കിലും ആ രോഗി സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന അർത്ഥത്തിൽ അയാളെ ആശ്വസിപ്പിക്കുകയാണ്. നമുക്ക് ഇന്ന മരുന്ന് കഴിച്ചാൽ അല്ലെങ്കിൽ ഈ വിധത്തിൽ ഇരുന്നാൽ നിങ്ങളുടെ അസുഖം പെട്ടെന്ന് പൂർണ്ണമാകും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ രോഗിക്ക് അത്രയും കാലം കൂടി ആശ്വാസത്തോടെ ജീവിക്കാൻ പറ്റും. ഇതല്ലേ യഥാർത്ഥത്തിൽ യുക്തി? അതോ നിനക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ നീ മരിക്കും, അതുകൊണ്ട് ഇനി ഒന്നും ചികിത്സിക്കേണ്ട എന്ന് ആ രോഗിയോട് തുറന്നു പറയുമ്പോൾ അതാണോ യുക്തി? യുക്തി എന്ന് പറയേണ്ടത് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നമുക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും മുൻപോട്ട് പോകാനുള്ള, ജീവിക്കാനുള്ള അവസരം ഒരുക്കുന്നതിനുള്ള സന്ദർഭമാണ് യുക്തിയായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് തിരികെ കഥയിലേക്ക് വരാം. ബുദ്ധിയും യുക്തിയും പാണ്ഡിത്യവും ഉള്ള ഒരു വ്യക്തിക്ക് ആത്മാർത്ഥമായ ഭക്തി കൂടി ഉണ്ടെങ്കിൽ എങ്ങനെ തൻ്റെ മനസ്സിനെ നിയന്ത്രിച്ച് അസുഖങ്ങളെയും ഭേദപ്പെടുത്താൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ജീവിതചരിത്രം. അദ്ദേഹത്തിൻ്റെ കഥ നോക്കിയാൽ അദ്ദേഹം നല്ല ബുദ്ധിയുള്ള ആളായിരുന്നു, നല്ല യുക്തിബോധമുള്ള ആളായിരുന്നു. മാത്രമല്ല അദ്ദേഹം നല്ല പാണ്ഡിത്യവും ഉള്ള ആളായിരുന്നു. അതുകൂടാതെ അദ്ദേഹത്തിന് ഗുരുവായൂരപ്പനോടും സ്വന്തം ഗുരുവിനോടും സതീർത്ഥ്യന്മാരോടും അളവറ്റ ഭക്തിയും ആദരവും ഉണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം
നമുക്ക് കാണുവാൻ കഴിയുന്നത്. മാത്രമല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തൻ്റെ ശരീരത്തിലെ അസുഖത്തെ ഭേദമാക്കുവാനും മറ്റുള്ളവരുടെ അസുഖത്തെ മാറ്റിയെടുക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എടുത്തു നോക്കിയാൽ അദ്ദേഹം ആദ്യകാലങ്ങളിൽ തൃക്കണ്ടിയൂർ അച്യുത പിഷാരടിയുടെ ശിഷ്യനായിരുന്നല്ലോ. അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ വളരെ ചെറുപ്പമാണ്. ആ സമയത്ത് അദ്ദേഹം അച്യുത പിഷാരടിയുടെ അനന്തരവളെ പ്രേമിക്കുകയും അച്യുത പിഷാരടിയുടെ പൂർണ്ണ അനുവാദത്തോടെ തന്നെ അവരെ വിവാഹം ചെയ്യുകയും ചെയ്തു. പക്ഷേ മനുഷ്യസഹജമായ സ്വഭാവം കൊണ്ട് അദ്ദേഹം ആ ജീവിതത്തിൽ പൂർണ്ണമായി ആസ്വദിക്കുവാനായി ഇറങ്ങിത്തിരിക്കുകയും മറ്റെല്ലാ കർമ്മങ്ങളും മറക്കുകയും ചെയ്തു. ഈ മറവി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ബാധിക്കും എന്ന് അച്യുത പിഷാരടിക്ക് മനസ്സിലാവുകയും ചെയ്തു. പക്ഷേ ശിഷ്യനോട് അത് പറയുവാൻ അദ്ദേഹം ആ സമയത്ത് മിനക്കെട്ടില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം ഉമ്മറത്ത് രാശിപ്പലകയും വച്ച് മറ്റുള്ളവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മേൽപ്പത്തൂർ ഭട്ടതിരി അകത്ത് നിന്ന് ഒരു കൗവീനം മാത്രം എടുത്ത് കടന്നു വരികയും ഈ രാശിപ്പലകയെ കവച്ചു വെച്ച് കടന്നു പോവുകയും ചെയ്തു. ഇത് കണ്ട് മനസ്സ് നൊന്ന് അദ്ദേഹം അച്യുത പിഷാരടി പറഞ്ഞു, ഓ ഒരു പവിത്ര ജന്മം ഇങ്ങനെ പാഴാക്കി കളയുന്നല്ലോ ഈശ്വര എന്ന് അദ്ദേഹം കുറച്ച് ഉറക്കെ പറയുകയും ഇത് കേട്ട ഭട്ടതിരിക്ക് താൻ ചെയ്തതിൻ്റെ തെറ്റ് മനസ്സിലാവുകയും നല്ല ബുദ്ധിയും യുക്തിബോധവും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആ തെറ്റിനെ അദ്ദേഹം തിരുത്തുവാൻ തയ്യാറാവുകയും ചെയ്തു. ഉടനെ തന്നെ തിരികെ വന്ന് ഈ തട്ടിക്കളഞ്ഞ രാശിപ്പലകയെല്ലാം നേരെ ചൊവ്വെ എടുത്തു വച്ചു കൊടുക്കുകയും അന്ന് മുതൽ ഒരു ആത്മാർത്ഥ വിദ്യാർത്ഥിയായി തീരുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം വളരെയധികം ജ്ഞാനം അവിടെ നിന്ന് സമ്പാദിക്കുകയും ഇതും ആത്മാർത്ഥതയോടെയാണ് അദ്ദേഹം ചെയ്തിരുന്നത്. അല്ലാതെ എന്തെങ്കിലും പഠിക്കണം, ഗുരുവിൽ നിന്ന് എന്തെങ്കിലും എങ്ങനെയെങ്കിലും മനസ്സിലാക്കിയെടുക്കണം എന്നുള്ള ചിന്തയല്ല. ഗുരുവിനോടുള്ള ഭക്തിയും അദ്ദേഹത്തിൻ്റെ മനസ്സ് നോവിച്ചതിലുള്ള വിഷമവും അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ഇരുന്ന സമയത്ത് തന്നെയാണ് അച്യുത പിഷാരടിക്ക് അതികഠിനമായ വാതരോഗം പിടിപെട്ടത്. ഈ വാതരോഗം പിടിപെട്ട് അദ്ദേഹത്തിൻ്റെ ദുഃഖം മനസ്സിലാക്കിയ ഈ ശിഷ്യന്, അതായത് മേൽപ്പത്തൂരിന് ഗുരുവിനോട് അളവറ്റ സ്നേഹമുണ്ടായിരുന്നത് കൊണ്ട് ഈ അസുഖത്തെ തന്നിലേക്ക് ആവാഹിച്ചെടുക്കുവാൻ എന്താണ് വഴിയെന്ന് ആലോചിച്ച് അദ്ദേഹം വളരെയധികം ചിന്തിക്കുകയും തൻ്റെ ആത്മാർത്ഥതയും അറിവും ഉപയോഗിച്ച് കർമ്മവിഭാഗദാനം എന്ന ഒരു മാർഗത്തിലൂടെ തൻ്റെ ഗുരുവിൽ നിന്നും ആ അസുഖം തനിക്കായി നേടിയെടുത്തു എന്നാണ് പറയുന്നത്. വെറും 26 വയസ്സോ 25 വയസ്സോ ഉള്ള സമയത്താണ് ഇത് നേടിയതും എന്ന് ഓർക്കണം. ഒരു ഉത്തമ ഗുരുവിനോടുള്ള ഭക്തി ഇല്ലാതിരിക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു അവസ്ഥ അദ്ദേഹം സ്വീകരിക്കുമായിരുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഈ ശിഷ്യൻ വാങ്ങുവാൻ ആത്മാർത്ഥത്തോടെ തയ്യാറാവുകയും അതുപോലെ തന്നെ ഈ ഗുരുവിന് ശിഷ്യന്റെ കഴിവിൽ വിശ്വാസം തോന്നുകയും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ വളരെയധികം മതിപ്പ് തോന്നുന്നത് ചെയ്തതുകൊണ്ടാണ് ഈ അസുഖം ശിഷ്യനിലേക്ക് പകരാൻ സാധിച്ചത്. ഇത് തന്നെയാണ് നമ്മുടെ റേക്കി എന്ന സിസ്റ്റത്തിലൂടെ അസുഖം ഭേദമാക്കുന്നതും അസുഖത്തെ നിയന്ത്രിക്കുന്നതും. കാരണം റേക്കി കൊടുക്കുന്ന മാസ്റ്ററും റേക്കി അനുഭവിക്കുന്ന ആളും ഒരേപോലെ അവരുടെ മനസ്സ് ഒരേ തരത്തിലായാൽ മാത്രമേ ഈ റേക്കി ഫലപ്രദമാവുകയുള്ളൂ. നമ്മുടെ പൂജാതി കാര്യങ്ങളും ഇതുപോലെ തന്നെയാണ്. തൊഴുവാൻ വരുന്ന ഭക്തനും പൂജ നടത്തുന്ന പൂജാരിയും ഒരുപോലെ ഈശ്വരനിൽ വിശ്വസിക്കുകയും അന്യോന്യം ആദരവോടെ പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ അവിടെ ആ പൂജയും ഫലവത്താവുകയുള്ളൂ. ഇത് തന്നെയാണ് ഇവിടെ അച്യുത പിഷാരടിയിൽ നിന്നും മേൽപ്പത്തൂരിന് അസുഖം പകർന്നു വരാനുള്ള കാരണം. ഇനി അതിനുശേഷം കണ്ടമാനം അസുഖം വന്ന് ബുദ്ധിമുട്ടിയ അദ്ദേഹത്തിൻ്റെ സതീർത്ഥ്യനായ തുഞ്ചത്ത് എഴുത്തച്ഛനാണ് പറഞ്ഞത്, ഇതിനുള്ള ഒരു പ്രതിവിധി ഗുരുവായൂർ ചെന്ന് മത്സ്യം ചൊട്ട് കൂട്ടുകയാണ് എന്ന് പറഞ്ഞു. പണ്ഡിതനായ മേൽപ്പത്തൂരിന് അദ്ദേഹം പറഞ്ഞ കാര്യം മനസ്സിലാകുകയും അദ്ദേഹം നേരെ ഗുരുവായൂർ ചെന്ന് ശ്രീകോവിലിന് മുൻപിലെ ഒരു തൂണിൽ ചാരി ഇരുന്നു കൊണ്ട് ഗുരുവായൂരപ്പനെ അളവറ്റ ഭക്തിയോടെ ഭജിക്കുകയും തൻ്റെ കൈവശം ആകെ ഉണ്ടായിരുന്ന പാണ്ഡിത്യത്തെ ഉപയോഗിച്ച് അദ്ദേഹം
ഈശ്വരനെ പൂജിക്കുകയും ചെയ്തു. അതാണ് ഓരോ ദശകങ്ങളിലൂടെ അദ്ദേഹം ഗുരുവായൂരപ്പന് അർപ്പിച്ചത്. മത്സ്യാവതാരം മുതൽ കൽക്കി അവതാരം വരെയുള്ള എല്ലാം അദ്ദേഹം ഓരോരോ ദശകങ്ങളിലൂടെ വർണ്ണിക്കുകയാണ്, തൻ്റെ പാണ്ഡിത്യം കൊണ്ട് വർണ്ണിക്കുകയാണ് ചെയ്തത്. ആ പാണ്ഡിത്യം എത്രമാത്രം യുക്തിഭദ്രമായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ രചനകളിലൂടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാകും. ഓരോ ദശകം കഴിയുമ്പോഴും അദ്ദേഹം ഗുരുവായൂരപ്പനോട് തൻ്റെ അസുഖം വാതരോഗം മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ഒരു പണ്ഡിതനായ വ്യക്തി ഇതുപോലെ ആത്മാർത്ഥതയോടെ ഈശ്വരനെ ഭക്തിപൂർവം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് തലച്ചോറിലും മറ്റുമുള്ള ക്യൂറേറ്റീവ് കെമിക്കൽസ് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ 100 ദശകങ്ങളും എഴുതി കഴിഞ്ഞ് ഇരുന്നപ്പോഴാണ് അദ്ദേഹം അളവറ്റ് പ്രാർത്ഥനയോടെ പ്രാർത്ഥിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ശ്രീലകത്ത് നിന്ന് ശ്രീകൃഷ്ണനെ ദർശിക്കുവാൻ സാധിച്ചത്. ആ സമയത്ത് സർവ്വതും മറന്ന് അഗ്രേ പശ്യാമി എന്ന് അദ്ദേഹം വിളിച്ചു. ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതായി അദ്ദേഹത്തിന് മാത്രം തോന്നി. യഥാർത്ഥത്തിൽ ആ ഉണ്ണിക്കണ്ണൻ പ്രത്യക്ഷപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മനോമുഖരത്തിലായിരുന്നു എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ മനസ്സിൽ അതേ രീതിയിൽ ഈശ്വരനെ ഭക്തിപൂർവം അദ്ദേഹം ദർശിക്കുകയും കേശാദിപാദം വർണ്ണിക്കുകയും ചെയ്തപ്പോൾ ആ സർവ്വതും മറന്ന് അദ്ദേഹം ഈശ്വരനിൽ അർപ്പിച്ച് ഇതുപോലെ പ്രാർത്ഥിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അസുഖം വെറും 100 ദിവസം കൊണ്ട് അസുഖങ്ങൾ എല്ലാം മാറിക്കിട്ടി എന്നാണ് പറയുന്നത്. ഇത് വെറുതെ പറയുന്നതല്ലല്ലോ, നടന്ന സംഭവമാണ്. മേൽപ്പത്തൂരിൻ്റെ അസുഖം ഭേദമാവാൻ കാരണം അദ്ദേഹത്തിൻ്റെ കൈവശം ആകെ ഉണ്ടായിരുന്ന സമ്പത്തായ ഈ പാണ്ഡിത്യത്തെ ഗുരുവായൂരപ്പൻ്റെ മുൻപിൽ അദ്ദേഹം ഭക്തിപൂർവ്വം സമർപ്പിക്കുകയാണ് ചെയ്തത്. ഇത് തന്നെയാണ് നമ്മൾ സുബ്രഹ്മണ്യൻ്റെ സങ്കല്പത്തിൽ പറഞ്ഞപ്പോൾ കാവടിയായി നമ്മൾ പഴനിയിലേക്ക് പോകുന്ന കാര്യവും പറഞ്ഞതും. അതുതന്നെയാണ് ശബരിമലയിലേക്ക് പോകുമ്പോൾ കെട്ടും കെട്ടി നമ്മൾ പോകുമ്പോഴും സംഭവിക്കുന്നത്. ഇങ്ങനെ അസുഖം മാറി അദ്ദേഹം പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മുൻപിൽ പൂന്താനം എത്തിയതും തൻ്റെ കൃതി ഒന്ന് പിഴ തീർത്തു കൊടുക്കണം എന്നും പറഞ്ഞത്. പക്ഷേ നേരത്തെ ഗുരുവിനോട് ഉണ്ടായതുപോലെ തന്നെ ചെറിയ ഒരു അഹങ്കാരം ഉണ്ടായതുകൊണ്ട് അത് മറ്റു വല്ലവരെയും കാണിച്ചു കൊള്ളുക ഈ ഭാഷാ ശ്ലോകം എന്നാദ്യം പറഞ്ഞയക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ചെറുപ്പത്തിൽ കേട്ട ഒരു കവിതയുണ്ട്, അതിവിടെ കൊടുക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. പൂന്താനം മേൽപ്പത്തൂരിൻ്റെ അടുത്ത് വന്നിട്ട് ഉണ്ടൊരു കൃതി അല്ല വികൃതി എൻ്റേതായിട്ട് എന്ന് പറഞ്ഞിട്ട് പച്ചയാണിതെന്നാലും പട്ടേരി നോക്കിത്തന്നേ മതിയാവൂ എന്ന് അദ്ദേഹത്തോട് പറയുകയും അപ്പോൾ ഒട്ടൊരു കോപത്തോടെ അദ്ദേഹം പറഞ്ഞു, മറ്റു വല്ലവരെയും കാട്ടിക്കൊള്ളുക ഭാഷാശ്ലോകം എന്ന്. ഇത് കഴിഞ്ഞ് അദ്ദേഹം ദുഃഖിച്ച് പോയി കഴിഞ്ഞപ്പോഴാണ് ഭട്ടതിരി യഥാർത്ഥത്തിൽ മനസ്സിലായത് താൻ ചെയ്ത തെറ്റ് എത്രമാത്രം വലുതാണെന്ന്. കാരണം തന്നെ പോലെ തന്നെ പണ്ഡിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് തന്നെ ആശ്രയിച്ച് ഇതൊന്ന് തിരുത്തി കൊടുക്കാൻ പറഞ്ഞത്. ഇവിടെ ധാർഷ്ട്യപൂർവ്വം തിരസ്കരിച്ച താൻ യഥാർത്ഥത്തിൽ തൻ്റെ ഉണ്ണിക്കണ്ണനെ അല്ലേ തിരസ്കരിച്ചത് എന്ന് അദ്ദേഹത്തിന് ചിന്ത വരികയും അന്ന് രാത്രി കിടന്നുറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഉണ്ണിക്കണ്ണനെ ദർശിക്കുവാൻ സാധിക്കുകയും ചെയ്തു. ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ പശ്ചാത്താപമാണ് ഉണ്ണിക്കണ്ണൻ അദ്ദേഹത്തെ കോപിച്ച് പറഞ്ഞു എന്ന് പറയുന്നത്. അത് ഇങ്ങനെയാണ് ഈ പദ്യത്തിൽ പറയുന്നത്. ഭട്ടപാതർക്ക് ശമിച്ചിടിന വാദവ്യാധി പെട്ടെന്നു പെരുതായി തീർന്നതാ രാവിൽ തന്നെ കൈകാലുകൾ കോച്ചി വലിച്ചാർത്തനായി അവിടുന്ന് ഹാ കൃഷ്ണ ഹരേ എന്ന് കേണുരുളുകയായി. ഒടുവിൽ ഒരുവിധമൊന്ന് കണ്ണടച്ചപ്പോൾ ഒരു കോമളബാലനരികെ കാണായി വന്നു. പീലികൾ തിരുകിയ വാർമുടിക്കെട്ടും നൽപൊന്നേലസ് കിലുങ്ങിയിടുമരയിൽ മഞ്ഞപ്പട്ടും ചെന്തളിർക്കൈയിലൊരു കൊച്ചോടക്കുഴലും ഹാ ഹന്ത കൈതൊഴാം അമ്പാടി മണിക്കുഞ്ഞേ. ഇത് യഥാർത്ഥത്തിൽ സ്വപ്നദർശനം എന്ന് പറയുന്നത് കുറ്റബോധം കൊണ്ട് നീറിയ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്ന കൃഷ്ണരൂപമാണ്. എന്നിട്ട് ഒട്ടൊരു കോപത്തോടെ ആ കൃഷ്ണൻ ഉണ്ണിക്കണ്ണൻ അദ്ദേഹത്തോട് പറയുകയാണ്, കേളിയേറിന മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയേക്കാൾ ശുദ്ധനാം പൂന്താനത്തിൻ ഭക്തിയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞ് അദ്ദേഹം
നിന്റെ അസുഖം മാറുന്നതിന് അത് പിഴതീർത്തു കൊടുക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് അദ്ദേഹം അപ്രത്യക്ഷമായി എന്നാണ് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കുറ്റബോധം അദ്ദേഹത്തെ തോന്നിപ്പിച്ചതാണ്. ഇത്ര വലുത പണ്ഡിതനായിട്ടും തന്റെ തെറ്റ് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം നേരെ ഓടിച്ചെന്ന് ഭൂതാനത്തിന്റെ കാൽക്കൽ വീണ് സമസ്താപരാധം പറയുകയും ആ അദ്ദേഹത്തിന്റെ കൃതി വാങ്ങി പിഴതീർത്തു കൊടുത്തു എന്നുമാണ് പറയുന്നത്. ഇവിടെ പണ്ഡിതനെന്നോ പാമരനോ എന്നോ ഉള്ള വ്യത്യാസമില്ലാതെ ഇദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തിയാണ് അദ്ദേഹത്തിന്റെ ഔന്നത്യവും കാണിക്കുന്നത്. കാരണം ഒരു യഥാർത്ഥ പണ്ഡിതൻ, യഥാർത്ഥ ഭക്തൻ, യഥാർത്ഥ ജ്ഞാനി എല്ലാവരെയും തുല്യമായി കണക്കാക്കുന്നു. ആ രീതിയിൽ അദ്ദേഹം കണക്കാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ പ്രവർത്തിക്കാൻ കാരണം. അതുകൊണ്ട് തന്നെ അത് പിഴ തീർത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അസുഖം പൂർണ്ണമായി ഭേദമാവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇതല്ലേ യഥാർത്ഥ ഭക്തി? യഥാർത്ഥ ഭക്തിയുടെ ശക്തിയും ഇത് തന്നെയല്ലേ? ഈ ശക്തിയും ഭക്തിയുടെ ശക്തിയും ബുദ്ധിയിലെ യുക്തിയും അദ്ദേഹത്തിൻ്റെ അസുഖങ്ങളെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും മാറ്റിമറിച്ചു. സുഖസമ്പൂർണമായ ഒരു ജീവിതം അദ്ദേഹത്തിന് നയിക്കുവാൻ സാധിക്കുകയും ചെയ്തു. ഇതാണ് ജീവിതത്തിൽ നമ്മുടെ പൂർവികന്മാർ നമുക്ക് നൽകിയ ഈശ്വര സങ്കല്പത്തിൻ്റെ ശാസ്ത്രവും പൊരുളും. മറ്റൊരു വിഷയമായി നമുക്ക് പിന്നീട് സംസാരിക്കാം. നമസ്കാരം.